ഇതിലും വലിയ ദുരന്തം ഇനി എന്താ മമ്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത്? നമുക്കല്ല, അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആ മനുഷ്യനെ തോൽപ്പിക്കാൻ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും ഫലം അദ്ദേഹത്തിന്റെ നിരപരാധികളായ ഭാര്യയും മക്കളുമല്ല അനുഭവിക്കുന്നത്, അല്ലേ? ഐ ഡോണ്ട് കെയർ. അയാൾക്ക് അങ്ങനെ ഒരു കുടുംബം ഉള്ളതുകൊണ്ടാ നമ്മുടെ തിരിച്ചടികൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നത്. എനിക്കില്ലാതെ പോയ കുടുംബവും അതിന്റെ സമാധാനവും അയാളും ആസ്വദിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. ബെല്ല, മതി. എന്തൊക്കെയാ നീ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ ആരാ നിന്നെ പഠിപ്പിച്ചത്? എത്രയൊക്കെ ദ്രോഹം ചെയ്താലും പകരം ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. വിധിക്കാൻ മുകളിൽ ഒരാളുണ്ട്. ആ ജോലി നീ ഏറ്റെടുക്കണ്ട. നീ കൊടുക്കുന്ന പ്രഷർ താങ്ങാൻ പറ്റാതെ അയാൾ വല്ല കടുങ്കയും ചെയ്തു കളഞ്ഞ പിന്നെ മരണം വരെ ആ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ബെല്ലയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? പാപിയുടേതായാലും പുണ്യവാളന്റേതായാലും മനസ്സ് നൊന്തുള്ള വിളി ദൈവം കേൾക്കുന്നത് ഒരുപോലെയാ. സംഭവിച്ചതിന്റെ ഒക്കെ നീതിയും അനീതിയും അവിടുന്ന് തീരുമാനിച്ചോളൂ. ബെല്ല, നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് നിനക്ക്. വഴിയിൽ ആരുടെയും ശാപം വാങ്ങി വെക്കണ്ട. ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവവും ഡോക്ടർ ഹരിപ്രസാദിന് ഉണ്ടാവരുത്. മനസ്സിലായോ? ബെല്ല, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ പോയാ ഒരു ബസ് കിട്ടും. അത് പോയാ പിന്നെ അവിടെ എത്താൻ വൈകും. മോളെ, ഞാൻ വിളിച്ചോളാം മമ്മി. എനിക്കറിയാമായിരുന്നു കാര്യത്തോടെടുക്കുമ്പോ അമ്മയുടെ മനസ്സല്ലേ. നിർമ്മല അയാളുടെ കണ്ണിൽ കാണിച്ചു കൊടുത്തത് അബദ്ധമായി. കൂടെ കൂടെ അവിടെ ചെന്ന് സങ്കടം പറഞ്ഞ് കരയാൻ തുടങ്ങിയ. എല്ലാം മതിയാക്കാൻ അമ്മ പറയുന്നല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നിർമ്മലയെ കളത്തിൽ ഇറക്കാതെ കളിക്കണമായിരുന്നു. അക്കാര്യത്തിൽ കോശിക്കുന്നതിനും അല്പം തിരക്ക് കൂടിപ്പോയി. നിർമ്മലയുടെ പ്രകൃതം മറ്റേക്കാളും എനിക്കില്ലേറിയൂ. ശത്രുവിനോടും ക്ഷമിക്കുന്ന സ്വഭാവം അവർക്ക്. നമ്മുടെ വഴിയിൽ ഇത് വല്ലാതെ ദോഷം ചെയ്യും. ഒക്കെ വിധിയാണെന്ന് കരുതി അയാൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. അനുഭവിച്ചതൊക്കെ അമ്മ മറന്നുപോയി. മറന്നിട്ടല്ല, എന്തിനോടും ഒരു നിസ്സംഗത. പരിത്യാഗികളെ പോലെ അന്നം തരുന്നവരോടും കൊല്ലാൻ വരുന്നവരോടും ഒരേ ഭാവം. എന്റെ മോള് വല്ലാതെ മാറിപ്പോയി. ആ, നീ എന്ന് തീരുമാനിച്ചു. അമ്മയുടെ വാക്കുകൾ അനുസരിക്കാനാണോ പരിപാടി? അതിനുവേണ്ടിയല്ലല്ലോ ഗ്രാൻഡ്പ നമ്മൾ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. അമ്മ അങ്ങനെ ഒരിക്കൽ കൂടി എന്നോട് പറഞ്ഞ എനിക്കത് ധിക്കരിക്കാനാവില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഇനി എന്നോട് അമ്മ അങ്ങനെ പറയരുത്. അതിനെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എത്രയോ വർഷം കാത്തുകാത്ത് കിട്ടിയിരുന്ന ചാൻസാ. ഇത് ഞാൻ പാഴാക്കി കളയില്ല. ഗ്രാൻഡ്പ ധൈര്യമായിട്ടിരുന്നു. ഈ മത്സരം നമ്മൾ തന്നെ വിൻ ചെയ്യും. കടുത്ത ആലോചനയിലാണല്ലോ. ഞാൻ ശല്യായോ? എന്താ ഇങ്ങനെ ആലോചിക്കാൻ? എന്നെ എങ്ങനെ ഒഴിവാക്കുന്നായിരിക്കും അല്ലേ? കൊന്നു കളഞ്ഞാലോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവും. അതെനിക്കറിയാം. ഞാൻ അത്രയ്ക്ക് സ്വാർത്ഥനാകാറില്ല. അത് വെറുതെ. സ്വന്തം കുടുംബം തകരുമെന്ന് മനസ്സിലാവുമ്പോ
എല്ലാ പുരുഷന്മാരും സ്വാർത്ഥരാകും. ഡോക്ടർ ഹരിപ്രസാദ് അതിനൊരു അപവാദമാണെന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ്, കുടുംബത്തിനകത്തും പുറത്തുള്ള നിലയും വിലയും ഒക്കെ കണക്കിലെടുത്തിട്ടാ, വരും വരായികളെ കുറിച്ച് പേടിച്ചിട്ടാ നിങ്ങൾ എന്നെ കൊല്ലാത്തത്. ഇസബല, സ്വന്തം അറിവും അനുഭവങ്ങളും കൊണ്ട് മാത്രം ആരെയും അളക്കാൻ ശ്രമിക്കരുത്. നിന്റെ കണക്കൂട്ടലുകൾക്ക് പുറത്തും ചിന്തിക്കുന്നവരുണ്ട് ഇവിടെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഭാര്യയും മക്കളെയും കണ്ടില്ലെന്ന് വെച്ച് എന്നെ സ്വീകരിക്കാനും മടിക്കില്ലെന്നാണോ? അവരുടെ എതിർപ്പുകൾ വകവെക്കാതെ എന്നെ മകളായി അംഗീകരിക്കുമെന്നാണോ? Indulekha complete